സൗദിയിലെ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ ഡ്രോൺ ആക്രമണ ശ്രമം എന്നതാണ്. 10 ഡ്രോണുകൾ തകർത്തതായുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജലീൽ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കൃഷ്ണ, ഉന്മേഷ്, സൗദിക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയാണ്. അമേരിക്കൻ താവളങ്ങൾക്ക് പുറമെ രാജ്യത്തിന്റെ എണ്ണ ശേഖരങ്ങൾക്ക് നേരെയും ഇപ്പോൾ തുടർച്ചയായ ആക്രമണം ഉണ്ടാവുന്നു. ഷൈബ എണ്ണപ്പാടത്തിന് നേരെയാണ് പുതുതായി ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 2 തവണകളായി 10 ഡ്രോണുകൾ ഉപയോഗിച്ച് എണ്ണപ്പാടത്തിന് നേരെ ആക്രമണം ഉണ്ടായി. എല്ലാ ഡ്രോണുകളും പ്രതിരോധ സേന തകർത്തു. ആദ്യഘട്ടത്തിൽ 4ഉം രണ്ടാമത്തെ ഘട്ടത്തിൽ 6 ഡ്രോണുകളാണ് പ്രതിരോധ സേന തകർത്തത്. സൗദി അറേബ്യയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണൽ മരുഭൂമിയായ റുബൽ ഖാലിയിലാണ് ഈ ഷൈബ എണ്ണപ്പാടം സ്ഥിതി ചെയ്യുന്നത്. മരുഭൂമിയുടെ നടുവിൽ ഏതാണ്ട് 600 കിലോമീറ്ററോളം നീളമുള്ള പൈപ്പ് ലൈനുകൾ ഒക്കെ ഇവിടെ ഉണ്ട്, ഈ എണ്ണപ്പാടത്തുണ്ട്. സൗദിക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മാത്രം അമേരിക്കൻ സൈനിക താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസ് ഉള്ള ഈ റിയാദിനടുത്ത അൽ ഖർജ് ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ കൂടുതൽ ആക്രമണങ്ങളും ഉണ്ടാകുന്നത്. ഇന്നലെ മാത്രം 5 മിസൈലുകളും 1 ഡ്രോണും അൽ ഖർജ് ലക്ഷ്യമാക്കി വന്നു. ഇതിനു പുറമെ കിഴക്കൻ പ്രവിശ്യയിലേക്ക് 1 ഡ്രോണും റിയാദ് ലക്ഷ്യമാക്കി 4 ഡ്രോണുകളും വന്നു. എല്ലാം സൗദി പ്രതിരോധ സേന തകർത്തു. സൗദിക്ക് നേരെ ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങൾ നോക്കിയാൽ 10 മിസൈലുകളും 50 ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അൽഖർജിന് നേരെ മാത്രം 9 തവണ ആക്രമണം ഉണ്ടായി. റിയാദ്, അൽജോഫ്, കിഴക്കൻ മേഖലയിലെ അരാംകോ എണ്ണ ശുദ്ധീകരണശാല, റിയാദിലെ അമേരിക്കൻ എംബസി തുടങ്ങിയവ ലക്ഷ്യമാക്കിയൊക്കെ ഡ്രോണുകൾ വന്നു. കിഴക്കൻ പ്രവിശ്യയിൽ റാസ്തന്നൂറിയയിലെ അരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ 2 തവണ നേരത്തെ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ പുതിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എണ്ണപ്പാടത്തിന് നേരെ. ഇപ്പോൾ സൗദിയുടെ ഈ പ്രധാന സാമ്പത്തിക സ്രോതസ് ആയ എണ്ണ ശേഖരങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഒരു നിലക്കും ന്യായീകരിക്കാനാകില്ല എന്ന് സൗദി നേരത്തെ പ്രതികരിച്ചതാണ്. ഇതിനെ ശക്തമായ രീതിയിൽ സൗദി അപലപിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഈ അരാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് ഇറാന്റെ ഒരു നിലപാട്. തങ്ങളുടെ ആയുധങ്ങൾക്ക് സമാനമായ അമേരിക്കൻ നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ച് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നാടകമാണ് ഇത് എന്നാണ് ഇറാന്റെ ആരോപണം. എന്നാൽ ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഈ വിഷയത്തിൽ സൗദിക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. ഇറാൻ അമേരിക്കൻ താവളങ്ങൾക്ക് പുറമെ സൗദിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ തന്നെ ശരിക്കും ഇറാൻ ലക്ഷ്യം വെക്കുകയാണ് എന്നാണ് ഈ രാജ്യങ്ങൾ പറയുന്നത്. ഈ പ്രകോപനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം എന്ന് സംയുക്ത പ്രസ്താവനയിലൂടെ ഈ യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സൗദിയിലെ ആക്രമണം ഒരു രീതിയിലും ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യത്ത് യുദ്ധ പ്രതീതിയോ ഭീതിയോ നിലനിൽക്കുന്നില്ല. സ്കൂളുകളും ഓഫീസുകളും ഷോപ്പിംഗ് മാളുകളും ഒക്കെ പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. റമദാൻ ആഘോഷങ്ങൾക്കോ അതോടൊപ്പം തന്നെ വിമാന സർവീസുകൾക്കോ കാര്യമായ തടസ്സങ്ങൾ ഒന്നും ഇല്ല. എന്നാൽ ചില വിമാന സർവീസുകൾ ഇപ്പോൾ താളം തെറ്റിയിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെയുള്ള ഉംറ തീർത്ഥാടകർ പലരും മദീനയിലും മക്കയിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർ ആവശ്യപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ, പ്രത്യേക സർവീസുകൾ, അതായത് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെ ഇവിടെ മുടങ്ങിക്കിടക്കുന്ന പല വിമാനങ്ങളും പ്രത്യേക സർവീസുകൾ നടത്തിയാൽ ഇവർക്ക് കൃത്യമായി നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷ യാത്രക്കാരൊക്കെ ഉംറ തീർത്ഥാടകരൊക്കെ നമ്മോട് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ്, കൃഷ്ണ. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.